സാറേ, തികച്ചും ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാങ്കല്പികമായൊരു ചോദ്യം. നാളെ റിസൾട്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരും. ഈ സമയമൊക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പിന് ഫലം വരുന്ന സമയത്ത് പാലക്കാട്, ചേലക്കര, വയനാട് ഉറപ്പായി കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയും. പാലക്കാട് സ്ലൈറ്റ് അടിച്ച് രാഹുലിനുണ്ടെന്നിരിക്കട്ടെ. ചേലക്കരയും കൂടി കോൺഗ്രസ് ജയിച്ചാൽ എന്താകും കേരളത്തിലെ സ്ഥിതി? കേരളത്തിലെ എന്റെ സാധ്യതകൾ 2-3 മിനിറ്റ് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഒന്നെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ അല്ല, കഴിഞ്ഞ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ കുറച്ചുണ്ട്. ക്രിസ്ത്യാനികളുടെ ഒരു പിണക്കമുണ്ട് ഈ ഗവൺമെന്റുമായിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പിണറായി സക്സസ് ആയ ഒരു ഫാക്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ അത് CPM ഒരു പിതാവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരും ആഹ്വാനം ചെയ്തില്ല ഞങ്ങളുടെ വോട്ട് ഇന്ന ആളിനാണെന്ന്. സാധാരണ അങ്ങനെ ചിലപ്പോൾ ആഹ്വാനമൊക്കെ വരും. പരസ്യാഹ്വാനം സാധാരണ അങ്ങനെ ഉണ്ടോ? പലപ്പോഴും നേരത്തെ വന്നിട്ടുണ്ട്, പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടവകൾ വഴി അതും നടന്നില്ല, കത്തൊന്നും പോയില്ല. ഇടവകയിൽ കത്തും സാധാരണ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കും, മോളിൽ നിന്നൊരു സൂചന കൊടുക്കും. മോളിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഇന്നത്. ഇപ്പോഴും താഴെയുള്ളൊരു വോട്ട് ചെയ്യണമെങ്കിൽ ഇനി രഹസ്യമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ട്. എന്തായാലും പരസ്യമായിട്ട് ഒരു ഡോക്യുമെന്റ് വൈസ് പറഞ്ഞു. മറ്റേ ഇടയലേഖനമൊക്കെ വരും, അതൊന്നും വന്നില്ല, ഇപ്രാവശ്യം വന്നില്ല. അതുകൊണ്ട് അത് പറഞ്ഞെങ്കിലും പുറത്തു വന്നേനെ. കാരണം ഒഫീഷ്യലായി, കാരണം അച്ഛന്മാരുടെ ഇടയിലും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഇപ്പൊ ഇടതുപക്ഷക്കാരും ഒക്കെ ഉണ്ട്, പഴയതുപോലെ അല്ല. CPM-കാരും ഒക്കെ ഉണ്ട്, വിശ്വാസികളായിട്ടുള്ളത്. കാലവും മാറി. അതുകൊണ്ട് അല്ല, എന്നാലും സംഭവം അവിടെ നടന്നാൽ അപ്പൊ തന്നെ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വരും. അതുകൊണ്ട് അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടില്ല. എന്തായാലും ചിലപ്പോൾ രഹസ്യ വികാരം ചിലപ്പോൾ അവിടെ ഉണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ അതൊരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുലിന് വരാവുന്ന 1-2 തടസ്സങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സരിന്റെ ഒരു ഫാക്ടർ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ സരിൻ മാറി ഇവർ തമ്മിലൊക്കെ നിന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. പിന്നെ ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്, പത്തനംതിട്ടയിൽ നിന്ന് പോയതാണ്. അതങ്ങനെ സംഭവിക്കാം. തിരിച്ച് മറ്റേ ആളുടെ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഇയാളെ പേരെന്താ, BJP-യുടെ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞു പാലക്കാട് കൃഷ്ണകുമാറിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത്, അയാൾക്കൊരു സഹതാപം ചിലപ്പോൾ കയറി ഇപ്പൊ വർക്ക് ചെയ്യാം. നമ്മുടെ ഈ രാജഗോപാൽ സാറിന് കയറി വർക്ക് ചെയ്തതുപോലെ സഹതാപം വർക്ക് ചെയ്തേക്കാം. കാരണം 2-3 പ്രാവശ്യം പുള്ളി അവിടെ നിൽക്കുകയാണ്. പക്ഷെ സന്ദീപ് വാര്യർ മാറിയത് അയാൾക്ക് ദോഷവും ചെയ്തിട്ടില്ല. കാരണം സന്ദീപ് വാര്യരുടെ ഈ പ്രകടനം എല്ലാം കൂടി നാശക്കോട്ടയാക്കി. അയാൾ മാറൽ മാത്രമല്ല, ചുമ്മാ കിടന്ന് അലുമ്പാക്കി, അതിനകത്ത് എല്ലാം എവിടെയൊക്കെ പോയി അലുമ്പാക്കി. അത് വേണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവരെന്ത് പറയും? രാവിലെ ആക്കണ്ട, വൈകുന്നേരം തന്നെ എന്ത് പറയും? രാജിവെക്കണമെന്ന് പറയും. ഇത് ഭരണവിരുദ്ധ വികാരം രാജിവെക്കുക. അപ്പം ഇടതുപക്ഷം പറയാൻ പോണെന്ന് പറഞ്ഞാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എവിടെ പറഞ്ഞു എന്ന് ചോദിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഇത് ഭരണത്തിന്റെ വോട്ടാണെന്ന്. ഭരണത്തിന്റെ വോട്ട് അങ്ങനെ ചോദിക്കും രാഷ്ട്രീയം. ഇനി 3 LDF ആണെന്ന് വരിക, 3-2 ഒന്നിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. വയനാട് എന്തായാലും ഇറങ്ങി ജയിക്കുമല്ലോ. 2 LDF ആണെങ്കിൽ LDF പറയും തുടർ ഭരണം വരുമെന്ന് പറയും. ശ്രദ്ധിച്ചോണം സാറ്, നേതാക്കൾ പറയാൻ പോണത് ഇനി ഞങ്ങൾ എന്തിനു വരും? തുടർ ഭരണം വരാൻ പോണെന്ന് പറയും. ഞങ്ങൾ കേരളം രക്ഷപ്പെട്ടു എന്ന് പറയും. 2 തോറ്റാ പറയും അത് അല്ല, അങ്ങനെ സംഭവിക്കും സാറേ. 2 ചിലപ്പോ 2 LDF പിടിക്കുന്ന ഒരു സാഹചര്യം വരുമോ? അങ്ങനെ പറയാം. പക്ഷെ സരിൻ എന്തായാലും ജയിക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേലക്കരയിൽ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ചേലക്കര കാരണം അവരുടെ ഒരു പുസ്തക മണ്ഡലമാണ്. പിന്നെ അവിടെ ഒരു ഇടതുപക്ഷ മനസ്സ് കിടക്കുകയാണ്. പക്ഷെ രാധാകൃഷ്ണൻ അവിടെ പോകാത്തതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ. അവസാന പാർട്ടിക്കാർക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ഇപ്പൊ പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, BJP ജയിക്കുന്ന ഒരു സ്റ്റാൻഡ് വന്നാൽ ബാക്കി 2 പേരും കൂടെ എന്ത് ചെയ്യും? ക്രോസ് വോട്ടിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് പലയിടത്തും പോകും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മാസീവായിട്ട് ക്രോസ് വോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് പലതും സംഭവിക്കാം. ആർക്കാണ് ഗുണം കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാർ പറഞ്ഞ പോലെ, അല്ലെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ, ഇവിടെ വന്നാൽ ജയിക്കുന്നത് ആര് എന്നുള്ളതല്ല, LDF ആണ് ജയിക്കുന്നതെങ്കിൽ അവർ പറയും ഇത് ഭരണത്തിന്റെ നേട്ടമാണ്, ഞങ്ങൾ തുടർ ഭരണം വരും. UDF ആണ് ജയിക്കണേ പറയും അടിയന്തരമായിട്ട് ആര് രാജിവെക്കണം? അദ്ദേഹം പിണറായി വിജയൻ രാജിവെക്കണം. മന്ത്രിസഭയുടെ മാൻഡേറ്റ് എന്തായാലും നഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഗുണമുണ്ട്. സജീവ് ചെറിയാനൊക്കെ രാജിവെക്കണം എന്നുള്ള സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലോ. അതവരെന്ത് ചെയ്യും? സ്ട്രോങ് ആക്കും, വളരെ സ്ട്രോങ് ആക്കും. കാരണം ഒരു ബലം കിട്ടിയല്ലോ, സ്ട്രോങ് ആക്കും. അതേസമയം LDF ആണ് ജയിക്കുകയാണെങ്കിൽ അവർ കേന്ദ്രത്തിലുള്ള എതിരെയുള്ള സമരം, ഇപ്പൊ ഈ ഒരു സമരം ഉണ്ടല്ലോ, അതൊരു തമാശ സമരമാണ്. എന്താ പറയുക, 13-ാം തീയതിയാണ് ഇവർ ഇന്നിപ്പോ കോടതി കൊടുത്ത ഇതനുസരിച്ച് 13-ാം തീയതിയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നിന്ന് റിപ്പോർട്ട് PDN കൊടുത്തിരിക്കുന്നത്. 19-ാം തീയതി ഹർത്താല നടത്തിയത്. അപ്പൊ 6 ദിവസം കൊണ്ട് അവിടെ നിന്ന് ഒരു പൈസ കിട്ടും. ഒരു സ്ഥലത്തേക്ക് 2200 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഒരു സ്ഥലത്തോണ്ട് കൊടുത്തിട്ട് 6 ദിവസത്തിനകത്ത് നിങ്ങൾ പൈസ ആണോ എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നതല്ലോ. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതവർ ബലപ്പെടുത്തും. കാരണം അതും കൂടി കണക്കാക്കിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ തോറ്റു പോയാലും
തോക്കുമെന്ന് LDF തോറ്റാലും ഈ സമരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വയനാട് സമരം ഇപ്പൊ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്ഭവൻ പിന്നെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും പ്രഖ്യാപിച്ചു. അപ്പൊ അവര് വേറൊരു തയ്യാറെടുപ്പിലേക്ക് അവർ പോവുകയാണ്. ഇനി അവർക്ക് എന്തെങ്കിലും സൂചന ഉണ്ടോ എന്നും അറിയില്ല. തോറ്റുപോകാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പിടിച്ചു നിർത്തണമല്ലോ, ഈ സബ്ജക്ട് മാറ്റണമല്ലോ. അപ്പൊ ഈ സമരത്തിന്റെ സംഭവം ഡൈവേർട്ട് ചെയ്ത് പോയല്ലോ. ഇനിയിപ്പൊ രാജ്ഭവൻ മാർജിന്റെ പിരിവായി അതിന്റെ കാര്യങ്ങളായി മറ്റേതായി അതിന്റെ വേറെ പോകും. അത് സംഭവിക്കാം. ജയിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ജയിക്കുകയാണെങ്കിൽ ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഞങ്ങൾ ഇത് ചെയ്തതെല്ലാം ശരിയാണ്, നവകേരളം പിന്നെ മാലിന്യമുക്തം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്യും, ഒന്നുകൂടി ഊർജ്ജം വയ്ക്കും. തീർച്ചയായിട്ടും ഊർജ്ജം വയ്ക്കും. അതൊരു ഒരു സാഹചര്യം ഉണ്ട്. മറ്റാണെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ടോക്കിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസിനാണ് എങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തില് ഒന്നാം ഘട്ട പിണറായി വിജയന്റെ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് ഇപ്പൊ ഇല്ല, രണ്ടാം ഘട്ടത്തിലില്ല. പല കാരണങ്ങളാലില്ല, പല കാരണങ്ങളാലില്ല. മുസ്ലിം പ്രകടനം ശ്രമിച്ചു നോക്കിയിട്ട് പറ്റിയില്ല. ആദ്യം മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ നോക്കി, പറ്റിയില്ല. എന്നിട്ട് മുസ്ലിം ലീഗ് അവിടെ നിൽക്കട്ടെ, ലീഗ് വരണ്ട, മുസ്ലിങ്ങൾ ഇനി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് CIA പരിപാടിയിലും അതിലും ഇതിലൊക്കെ പിണറായി വിജയനൊക്കെ കോഴിക്കോട്ടൊക്കെ പോയി പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ രോമാഞ്ചം ഉണ്ടാവും. ഭയങ്കരമായി ഒരു മുസ്ലിമിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുന്നതിനേക്കാളും വികാരപ്പെട്ടൊക്കെയാണ് ഈ പൗരത്വ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വികാരപ്പെട്ടു. ഭയങ്കര ജനവുമായിരുന്നു കേൾക്കാൻ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു ആവേശമായിരുന്നു. പിണറായി വിജയനാണ് ഞങ്ങൾ രക്ഷകൻ. പക്ഷേ അതനുസരിച്ച് വോട്ട് എവിടെ കിട്ടിയില്ല, പാർലമെന്റിൽ കിട്ടിയില്ല. അവ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, പാർട്ടിക്കും ദേഷ്യം വന്നു. പാർട്ടി ചോദിച്ചു, പിണറായി വിജയൻ ചോദിച്ചാണ്, എന്താ സഖാവ് ഇതിങ്ങനെ നിങ്ങൾ ഇത്രയും ബഹളം കൊണ്ടായിട്ട് നമുക്ക് വോട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, തങ്ങളെ തെറി പറയാൻ തുടങ്ങി. അവരെ ടീമിനെ എങ്കിൽ അവരെ തെറി പറയാൻ അതിന്റെ ഫോക്കസിലേക്ക് പോയി. അപ്പൊ ഒന്നുകിൽ പാർട്ടിയായിട്ട് വരാൻ പറഞ്ഞു, അവർ വന്നില്ല. പിന്നെ അണികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അവരും വന്നില്ല. പിന്നെ നമ്മൾ ഒരാൾ വന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, തല്ലാണല്ലോ പിന്നെ ഉള്ളത്, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം തോറ്റുപോയാൽ, ഇപ്പൊ തോറ്റുവെന്ന് വരിക, തോറ്റുപോയാൽ UDF-ന് വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഗ്രൂപ്പ് കളി തുടങ്ങും. എന്താണെന്നറിയോ, മുരളീധരൻ ഉടൻ തന്നെ പ്രസ്താവന ഇറക്കും. അല്ല, അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ജയവും തോൽവി ജയിച്ചാൽ അവരങ്ങ് പോവും. മുരളിയൊക്കെ ഒരു എന്ത് പറഞ്ഞാലും അതൊക്കെ ആബ്സെന്റ് ചെയ്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥി മോഹികളുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അതൃപ്തരായിട്ടുള്ള വിഭാഗം എല്ലാത്തിലും അത് മാറും. അപ്പൊ അതൊരു കൂട്ട അടിയിലോട്ട് അതുണ്ട്, അത് സാധ്യതയുണ്ട്. അവര് പാർട്ടി സമ്മേളനം LDF-നെ സംബന്ധിച്ച് പാർട്ടി സമ്മേളനം നടക്കുക, അത് സാധ്യത. അപ്പൊ അതിനകത്ത് ഇത് മൂന്നിലും കൂടി കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രശ്നം വരും. തീർച്ചയായിട്ടും പറയും, നമ്മളെ സ്ഥാനാർത്ഥി നിർണ്ണയം ശരിയായില്ല, സത്യമുഖേരി അവിടെ നിന്നത് ശരിയായില്ല, എല്ലാം പറയും. സത്യമുഖേരി ഉൾപ്പെടെ പറയും അവിടെ നിന്നത് ശരിയായില്ല. അപ്പുറത്ത് സരിനാണ് കൂടുതൽ ആക്ഷേപം കേൾക്കാൻ പോകുന്നത്. അപ്പുറത്തുനിന്ന് ഒരാളെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടി സമ്മേളനങ്ങൾ നടന്നല്ലോ, പലയിടത്ത് പാർട്ടി സമ്മേളനം നടന്നു തുടങ്ങി. അവിടെ എല്ലാം സരിനെ കൊണ്ടുവന്നതിനെതിരെ പല സമ്മേളനം, ഇപ്പൊ കാട്ടാക്കട സമ്മേളനം, പാറശാല സമ്മേളനം, കോവളം സമ്മേളനം, ചാലയിൽ വന്നിരുന്നു. അവിടെ എല്ലാം ഈ സരിനെ കൊണ്ടുവന്നത് കണ്ണൂരിൽ ഈ സരിനെ കൊണ്ടുവന്നതിനെതിരെ. അപ്പൊ പക്ഷേ അത് തോറ്റുപോയാൽ പാർട്ടി ഇനിയും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കാനല്ലേ ഉള്ളൂ. ഇനി കൃഷ്ണകുമാറിന്റെ ഭാഗത്തേക്ക് വരുമ്പോ കൃഷ്ണകുമാർ കുറച്ച് വോട്ടുകൾക്ക് തോറ്റുപോയാൽ കൃഷ്ണകുമാറിന്റെ ഭാവി വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇവിടെ അല്പം കൂടി ഒരു മികവുള്ള സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ എന്ന വാദത്തിന് ബലം കൂടും. അപ്പൊ അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. കൃഷ്ണകുമാർ തോറ്റുപോയാൽ കൃഷ്ണകുമാർ പിന്നെ രാഷ്ട്രീയ ഭാവി ചെറിയൊരു പ്രശ്നം വരും. 3-4 തവണയായിപ്പോ 2. പക്ഷെ BJP ആയതുകൊണ്ട് പറയില്ല നമുക്ക്. രണ്ടാമത്തെ കാര്യം, പക്ഷെ ബാക്കി എല്ലാവരും കൂടി സുരേന്ദ്രന്റെ മണ്ടേക്കാണ്. കെ സുരേന്ദ്രന്റെ മണ്ടേക്കാർ എന്താ പറയാ, ഞങ്ങൾ ശോഭാ സുരേന്ദ്രൻ നിർത്താൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ സുരേന്ദ്രേട്ടൻ നിൽക്കട്ടെ എന്നൊക്കെ സന്ധ്യ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർ പറഞ്ഞല്ലോ. അപ്പൊ ആ കഥയിലേക്ക് കയറും. ഇത്തരം ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ജയിക്കാനും ഉറപ്പാക്കാൻ കഴിയും. പക്ഷെ വേറെ പ്രശ്നം പറ്റിയ നഗരസഭ പ്രദേശങ്ങളിൽ BJP-ക്ക് നല്ല അപ്പർ ഹാൻഡുള്ള പല വാർഡിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം അവർ അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അറിയുന്നത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2-3 വാർഡിൽ അവർ 83% കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും, 84 കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാറിന്റെ പ്രസ്ഥാനം വന്നായിരുന്നു. ഞങ്ങൾക്ക് അതെ ഏറ്റവും സ്വാധീനമുള്ള സ്ഥലത്ത് ഞങ്ങൾ 84 കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും നഗരത്തിൽ പല വാർഡുകളിൽ ഒരു 6-7 വാർഡുകളിൽ BJP-യുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് എന്ത് ഘടകമാണെന്ന് നമുക്കറിയില്ല. BJP-യുടെ വോട്ട് ഇവർ തമ്മിലടിയൊക്കെ ഉണ്ടല്ലോ, അത് കുറഞ്ഞിട്ടുണ്ട്. ഇനി ശോഭാ സുരേന്ദ്രന്റെ എഫക്ട് ഉണ്ടോ നമുക്കറിയില്ല, കെ സുരേന്ദ്രന്റെ എഫക്ട് ഉണ്ടോ. എഫക്ട് മീൻസ് അദ്ദേഹത്തിന് അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചെന്നല്ല. ഇതിനിടയിൽ കൂടി എങ്ങനെയെങ്കിലും കൃഷ്ണകുമാർ രക്ഷപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തോൽപ്പിക്കണമെന്ന് ചിന്തിച്ചിരുന്ന വിഭാഗം തള്ളിക്കയറി എന്ന് വോട്ടിട്ടത് അതും ആവാം. 2 സംഭവം. ഇതൊക്കെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ കേരളത്തിന്റെ ഇലക്ഷൻ പഠിക്കുമ്പോൾ ഒരു നല്ല രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, ഒരു വിഭാഗം കോൺഗ്രസ്, അങ്ങനെയാണല്ലോ 3. പക്ഷെ പിന്നൊരു വിഭാഗമുണ്ട്, അത് ഏത് നിമിഷവും അവർ എന്ത് ചെയ്യാം, ഓസിലേറ്റ് കളി. അന്ന് രാവിലത്തെ പത്രത്തിലെ വാർത്ത കണ്ടുപോലെ വോട്ട് മാറി ചെയ്യുന്ന കക്ഷികൾ വീട്ടിലും ബൂത്തിനും ഇടയിൽ മാറുന്ന വോട്ടുകൾ ആലോചിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും അപ്പുറത്ത് സ്ഥാനാർത്ഥിയെ കണ്ടു, സ്ഥാനാർത്ഥി നമ്മളോട് ചിരിച്ചു, അത് മതി അവർക്ക്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചില പൈസ കിട്ടി, ചില വെള്ളം വാങ്ങിച്ച് മദ്യം വാങ്ങിച്ചു. ഞാൻ
രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. നമുക്ക് അറിയാം ഒരാളിനെ എങ്ങനെയാണ് വോട്ടെന്ന് പറഞ്ഞ് കറക്റ്റ് അറിയാൻ പറ്റും. ചിലർക്ക് നമ്മൾ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് വരാതിരുത്തിയിട്ടുണ്ട്. കാര്യം അടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് രാവിലെ പുള്ളിക്ക് ലെവല് കിട്ടുന്നില്ല, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ അങ്ങനെ, കാരണം വന്നാൽ എതിരാളിക്ക് വോട്ട് ചെയ്യുള്ളൂ, നമുക്ക് വോട്ട് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും? പൈസ കൊടുക്കും, സ്ത്രീകൾക്ക് പൈസ കൊടുക്കും, തല്ലും, വലിയ അടി ഉണ്ടാക്കും, രണ്ടുപേരും ഹോസ്പിറ്റലാവും. അവർ ആ കുടുംബം ആ പ്രദേശത്തുള്ള ആരും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പോലും പറഞ്ഞുകൂടാത്ത കാലമാണ് സാർ. അല്ല, ചെയ്യുന്നുണ്ട്, ചെയ്തിരുന്നതാണ്. ഞാൻ പഴയ കാലത്ത് ചെയ്തിരുന്നു. കോളനികളിലൊക്കെ പോയി തലേദിവസം അടി ഉണ്ടാക്കും, ചുമ്മാ മൈക്ക് വെച്ചെന്നോ ഫോൺ വെച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞ് തല്ലുണ്ടാക്കും. തല്ലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകും, 2 പോലീസ് ബീറ്റ് ഇടും. അവിടെ നിന്ന് ആരും പിന്നെ എന്ത് ചെയ്യത്തില്ല. വോട്ടിംഗ് അവസാനിക്കാറ് സമയത്ത് സംഘർഷം, അത് വേറെ സംഘർഷം. ഞാൻ തലേദിവസം സംഘർഷം ഉണ്ടാക്കുന്ന പറയാം. തലേദിവസം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്തുനിന്ന് ആളുകൾ എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ട് വരത്തില്ല. പിന്നെ രാവിലെ ചില പാർട്ടികൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ കൂടുതൽ ഇടതുപക്ഷക്കാരാണ്, കൂടുതൽ പണ്ട് കടർ പാർട്ടികളാണ്. ഇപ്പൊ എല്ലാവരും പഠിച്ചു അത്. രാവിലെ തന്നെ മാക്സിമം ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യും, എന്നിട്ട് അടിക്കും. ആ അടി നടക്കുമ്പോൾ തന്നെ മെസ്സേജുകൾ പോയി കഴിഞ്ഞാൽ അവിടെ അടിയാണെന്ന് അറിയും. അപ്പൊ ചേച്ചി അല്ലെങ്കിൽ നാട്ടിൻപുറമൊക്കെ ആണല്ലോ ബൂത്തൊക്കെ, അവിടെ സ്ഥലമാണ്, ഞങ്ങൾ തിരിച്ചു പോയി. അപ്പം അങ്ങനെ സ്വന്തം വോട്ട് ഉറപ്പിക്കുക. ഇപ്പൊ വേറെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കും സാർ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 60% ആളുകളെ വോട്ട് ചെയ്ത്. അത് 3ആയിട്ട് പോയാലേ, അവിടെ ഇപ്പൊ 2 പോകുള്ളൂ. കേരളത്തിലാണ് 70% വോട്ട് ചെയ്തു, 3 മൂന്നാവുമ്പോ എന്താ ശ്രമിക്കുക? 30, 20, 25 ഇല്ല, എടുക്കാൻ പോലും 25% എടുക്കാനില്ല ഒരാളിന്. 3ആയിട്ട് പോയാൽ 25% ആണെങ്കിൽ 75% ആളുകൾ പ്രതിപക്ഷവും 25% കിട്ടിയ ആളാണ് ഭരിക്കാൻ പോകുന്നത്. എന്ത് ജനാധിപത്യമാണ് നമ്മള്. എന്തായാലും നമ്മള് ഈ ഒരു സംസാരം അവസാനിപ്പിക്കും മുമ്പ് ഇതൊരു കൗതുക കാഴ്ചകളായിരിക്കും, വളരെ കൗതുകമായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട്, കാരണം 2 കാര്യം നടക്കുന്നതുകൊണ്ടാണ് ഈ കൗതുക കാഴ്ച എന്ന് വെച്ചാൽ, ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതാണ് ഞാൻ അതൊരു വലിയൊരു, അതുകൊണ്ട് ചില അടികൾ നടക്കും. പിന്നെ പാർട്ടി കമ്മിറ്റിയിലെ CPM-ന്റെ സമ്മേളനം നടക്കാം, അത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഒരു അനുരണനം സമ്മേളനങ്ങളിലുണ്ടാവും. കാരണം ആ ഭാഗത്തൊക്കെ ഉണ്ടാവും, തോറ്റവരെ മാറ്റുക, പിടിക്കുക, നടപടി എടുക്കുക, കുറെ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവും. അല്ല, വലിയൊരു ഭാഗം കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ വരില്ല. മുരളീധരൻ തന്നെ വയനാട് വരും, അതിന്റെ കുടുംബ പ്രശ്നമാണ്, വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ല. വന്നിട്ട് എന്ത് ചെയ്തു? ഒരുപാട് പണിഞ്ഞില്ലേ? എന്തെല്ലാം വന്നിട്ട് ഒരുപാട് പണി, വാക്കുകൾ കൊണ്ട് പുള്ളി ഒരുപാട് പണിഞ്ഞില്ല. അപ്പൊ ആ സ്ഥിതിയിൽ ജയിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവിടുന്ന് ചെറിയൊരു പണി ഇങ്ങോട്ട് കിട്ടാതിരിക്കില്ല. തീർച്ചയായിട്ടും കിട്ടും. മാത്രമല്ല മറ്റോ വെറുതെ ഇരിക്കും, സന്ദീപ് വെറുതെ ഇരിക്കും. ഞാൻ വന്നതുകൊണ്ടാന്ന് പറഞ്ഞ് അവന് ഒരു ബലം വരും. പിന്നെ അവനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള നേതാക്കൾ പറഞ്ഞ് ശാലം തട്ടിക്കോടാന്ന് പറയാം. പത്രത്തിൽ മാധ്യമത്തിലൊക്കെ പോകുന്ന പയ്യനല്ലേ. അപ്പൊ അവന്റെ അടുത്ത് പറയും നീ ശാലം തട്ടിക്കോളാൻ പറയും. അപ്പൊ അവൻ ചിലപ്പോ പറയും കാരണവർ പിണങ്ങിയെങ്കിലും ഞാൻ കുടുംബത്തിൽ വന്നത് ശരിയായെന്നൊക്കെ ചിലപ്പോ അവൻ കയറി പറയും. അപ്പൊ അതുകൊണ്ട് നല്ല രസകരമായ കാഴ്ചകളായിരിക്കും പാലക്കാട് സംഭവിക്കുക. വോട്ട് ശതമാനം കുറഞ്ഞു പോയത് കൊണ്ട് പല അത്ഭുതങ്ങളും ചിലപ്പോൾ നടന്നേക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുകൊണ്ടുള്ള അടികളും ബഹളങ്ങളും നടക്കും. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകല്ലേ, ഉടനെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല കൗതുകകരമായ കുറെ കാഴ്ചകളായിരിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പ്. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്? ഒരു നിയമം കൊണ്ടുവരാൻ സമയമായി രാജ്യത്ത്. ഒരാൾ ജയിച്ചാൽ 5 വർഷവും മരിച്ചാവൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ ഒഴിവരത്തില്ല. 5 വർഷം അവിടെ ഇരുന്നോണം. പിന്നെ ഒരു കാര്യം കൂടി, മന്ത്രിമാരടക്കമുള്ള ആളുകൾ എവിടെ പോകാൻ പാടില്ല? തെരഞ്ഞെടുപ്പിൽ പോയി ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി എന്നിട്ട് എന്താ പറയണേ? മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ, മന്ത്രി എല്ലാവരുടെയും മന്ത്രിയല്ലേ, MLA എല്ലാവരുടെയും MP അല്ലേ, MP എല്ലാവരുടെയും MP അല്ലേ. ഈ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ ചർച്ച ഇത് മറ്റു ഒരു സെഷൻ കൂടി വരേണ്ട സമയമായി. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഇത് മറ്റൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്, വളരെ സീരിയസ് ആയിട്ട് ഡിബേറ്റ് തിരിച്ചു വിളിക്കുന്ന കാര്യം പോലും ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ നമ്മൾ വോട്ട് ചെയ്യുകയും പിന്നെ 5 വർഷം നമ്മൾ വല്ലാതെ സഹിക്കും. പിന്നെ ഈ കാണുന്ന ഗിമ്മിക്കൽ ഇടയ്ക്ക് വെച്ച് രാജിവെക്കുക, MP MLA ആവുക, MLA MP ആവുക, നമ്മുടെ ഡെമോക്രസിയുടെ ചില ഒരു ചാവിള്ള പോലെ കിടക്കുന്ന ചില സാധനങ്ങളാണ്. അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേട്ടോ. കാരണം എത്ര കോടി രൂപ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർച്ചയായും എത്ര കോടി രൂപ എന്തെല്ലാം ഡെവലപ്മെന്റ് ആക്ട്. ഇപ്പൊ വയനാട് ദുരന്തത്തിന് പോലും ഓഫീസർമാർ ഒപ്പുവയ്ക്കുന്നില്ല പലതിനും, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഇത് കൊടുക്കാനായിട്ട് പേടിയുണ്ട്. അപ്പൊ വലിയ പ്രശ്നമാണ്, അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് നമുക്ക് റിസൾട്ട് വരുമ്പോ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സെഷന്മാരെ ആവശ്യമുണ്ടെന്ന് ഈ പരിഷ്കാരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും. അപ്പൊ വളരെ സന്തോഷം സാർ. ഓക്കെ, താങ്ക് യു സാർ.